തക്കാളി കൊണ്ടൊരു നല്ല സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പിടി കശുവണ്ടി പരിപ്പും 1 ടീസ്പൂൺ കഷ്കശും കൂടെ നമുക്ക് കുതിരാൻ വെക്കണം. 10 മിനിറ്റ് കൊണ്ട് അത് കുതിർന്ന് കിട്ടും. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം തക്കോലവും ചേർക്കുന്നുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. അത് മൂത്ത് കഴിയുമ്പോൾ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല കനം കുറഞ്ഞരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പച്ചമുളകോ കാന്താരിയോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വാടി വരുമ്പോൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2.25 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 മീഡിയം സൈസ് തക്കാളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് വെള്ളം കുടഞ്ഞ് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കുതിരാൻ വച്ചിരുന്ന കശുവണ്ടിപ്പരിപ്പും കഷ്കശും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മഷി പോലെ അത് അരച്ചെടുക്കാം. തക്കാളി നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പും കൂടെ ഈ സമയം ചേർക്കുന്നുണ്ട്. തിളയെല്ലാം വന്ന് നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി കൂടി തൂക്കി കൊടുക്കാം. ഇവിടെ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. മല്ലിയില വേണ്ടവർക്ക് അതുകൂടി തൂക്കി കൊടുക്കാവുന്നതാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.